നമസ്കാരം ചേട്ടാ. അങ്ങനെ നമ്മുടെ പശ്ചിമ ബംഗാള് BJP അടപടലം അങ്ങ് തൂക്കി. അങ്ങനെ തൂക്കാനുണ്ട പ്രധാന കാരണം ഇത്രയും നാള് മമതാ ബാനർജി അവിടെ പിടിച്ചു നിന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ച് അവിടെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത് അവിടെ ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്ത് മുസ്ലിം മത പ്രീണനം തന്നെ നടത്തിയാണ് മമതാ ബാനർജി ഇത്രയും കാലം പിടിച്ചു നിന്നത്. പശ്ചിമ ബംഗാളിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അവിടെ നടന്നിട്ടുള്ള ഹിന്ദു വംശഹത്യകൾ ഏറ്റവും അവസാനം BJPയിൽ പ്രവർത്തിക്കാൻ ഇറങ്ങി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ 9-ലധികം പേരെയാണ് കൊല ചെയ്യപ്പെട്ടത്. 9-ലധികം പേരെയാണ് കൊല ചെയ്യപ്പെട്ടത്. അടിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയാണ് ഉണ്ടായത്. TMCയുടെ ഗുണ്ടകൾ, അതായത് ജിഹാദികൾ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത്തരത്തിലൊക്കെ ഹിന്ദുക്കളെ അടിച്ചമർത്തി ഭരിച്ചിരുന്ന TMCക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കനത്ത പ്രഹരമാണ്. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് TMC അധികാരത്തിൽ വന്നാൽ ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അനവധി ഹോട്ടലുകളിലെ റൂമുകളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പൈശാചികമാണ്, എത്ര മൃഗീയമാണ്. അതുപോലെ തന്നെ അവിടുത്തെ നിരവധി ക്ഷേത്രങ്ങൾ മമതാ ബാനർജി അവരുടെ ഗുണ്ടകളെ വെച്ച്, ജിഹാദികളെ വെച്ച് അടച്ചു പൂട്ടിച്ചു. ഹിന്ദുക്കൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവും കൊടുക്കാതെയായിരുന്നു അവരുടെ ഭരണം. അടിച്ചമർത്തുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ അവർ ജയിച്ചിരുന്നാൽ പോലും ഹിന്ദുക്കളെ ആക്രമിക്കുന്ന രീതി അവർ അവലംബിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോ കൊടുത്താ കൊല്ലത്തം കിട്ടുമെന്ന് പറഞ്ഞതുപോലെ കാലത്തിന്റെ കാവ്യനീതി അത് കാവ്യ നിറത്തിൽ തന്നെ പശ്ചിമ ബംഗാളിനെ സ്പർശിച്ചു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. BJP ഇലക്ഷന് തൊട്ട് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ ഇലക്ഷന് തൊട്ട് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, BJP അധികാരത്തിൽ വന്നാൽ സർവത്ര കുടിയേറ്റക്കാരെയും ഇവിടെ നിന്ന് പറഞ്ഞയക്കും. അതായത് ഒറ്റ ബംഗ്ലാദേശി പോലും ഈ പശ്ചിമ ബംഗാളിൽ ഉണ്ടാവില്ല. ആസാമിൽ നടപ്പിലാക്കിയ അതേ നയം തന്നെ പശ്ചിമ ബംഗാളിലും നടപ്പിലാക്കുമെന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. ഇപ്പോൾ നോക്കൂ, BJP അധികാരത്തിൽ വരുമെന്നായപ്പോ കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികളെല്ലാം തന്നെ പെട്ടിയും കിടക്കയും എടുത്തുകൊണ്ട് പോകുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാളും ഇവരെ വച്ചായിരുന്നു മമതയുടെ കളി. അതുകൊണ്ടാണ് സുവേന്ദു അധികാരി പറഞ്ഞത്, അദ്ദേഹത്തെ അവിടെ ഓടിച്ചിട്ട് തല്ലി. ആ വീഡിയോയും നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അപ്പോ അതുകൊണ്ടാണ് സുവേന്ദു അധികാരി പറഞ്ഞത്, എനിക്ക് വോട്ട് ചെയ്തത് ഹിന്ദുക്കൾ മാത്രമാണ്. ഞാൻ മത്സരിച്ച മണ്ഡലത്തിൽ CPM-കാരും എനിക്ക് വോട്ട് ചെയ്തു. അത് തുറന്ന് പറഞ്ഞില്ലേ, അതിലെന്താ കുഴപ്പം? അത് സത്യമല്ലേ? മുസ്ലിം വോട്ടർമാർ ആരെങ്കിലും BJPക്ക് വോട്ട് ചെയ്യുമോ? ചെയ്യില്ല. വളരെ അങ്ങും ഇങ്ങുമൊക്കെ തെന്നിയും തെറിച്ചൊക്കെ 1-2 ആൾക്കാർ ചെയ്യും എന്നുള്ള അല്ലാണ്ട് എല്ലാവരും ഒന്നും അങ്ങനെ BJPക്ക് വോട്ട് ചെയ്യുന്ന വോട്ടർമാരല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മമതാ ബാനർജി ഇനി കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. പണ്ട് TMCയുടെ ഗുണ്ടകൾ ചെയ്തിരുന്ന പണി ഇപ്പോൾ BJPക്കാർ അവിടെ ചെയ്തു തുടങ്ങി, തിരിച്ചടി തുടങ്ങി. അവിടുത്തെ TMCയുടെ പാർട്ടി ഓഫീസുകൾ ഉൾപ്പെടെ, ഗുണ്ടകളുടെ ഓഫീസുകൾ ഉൾപ്പെടെ എല്ലാം അടിച്ചു നിരത്തുകയാണ്. അടച്ചു പൂട്ടിച്ച ക്ഷേത്രങ്ങളെല്ലാം തുറന്ന് അവിടെ ക്ഷേത്ര ദർശനം ആരംഭിച്ചു കഴിഞ്ഞു. ഇത്രയും വലിയ കൊടിയ ജനാധിപത്യ ധ്വംസനം നടന്നിട്ട് പോലും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയോ പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരു നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. അത് പറയത്തില്ല. കാരണം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ അത് ജനാധിപത്യ ധ്വംസനമാണ്. ഇവിടെ പശ്ചിമ ബംഗാളിലെ മമത ചെയ്താൽ അത് ജനാധിപത്യ ധ്വംസനമല്ല. എനിക്ക് കോൺഗ്രസ്സുകാരുടെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, കേരളത്തിലെ വോട്ടിംഗ് മെഷീനുകൾക്കൊന്നും ഇപ്പോൾ ഒരു തകരാറുമില്ലല്ലോ, വോട്ട് ചോരിയില്ലല്ലോ. അവസാനം പശ്ചിമ ബംഗാളിലും ആസാമിലും ഒക്കെ BJP ജയിച്ചു കയറിയപ്പോൾ അവിടെ മാത്രം വോട്ട് ചോരി. കോൺഗ്രസ് ജയിക്കുന്നിടത്തോളം ഒരു കുഴപ്പമില്ല, ബാക്കിയുള്ള എല്ലായിടത്തും വോട്ട് ചോരി.